അല്ല, ഇതിനകത്ത് ഈ 2018 കോടതി വിധി ഉണ്ടാകാൻ തന്നെ കാരണം അന്നത്തെ CPM സർക്കാരാണല്ലോ. കാരണം ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി കൊടുത്ത അഫിഡവിറ്റ് അത് മാറ്റിക്കൊടുത്തത് CPM ഭരിക്കുന്ന സർക്കാരാണ്. അവിടെ യുവതീ പ്രവേശനം നടത്താമെന്ന് പറഞ്ഞത് ആ സർക്കാർ തന്നെയാണ്. അപ്പോൾ ആ സർക്കാരിന്റെ നിലപാട് കാരണമാണ് കോടതി അങ്ങനെ ഒരു വിധി പ്രസ്താവിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധം ഞങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആ പ്രതിഷേധം ഞങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആ പ്രതിഷേധം ഞങ്ങൾ തുടരുമ്പോൾ ഇപ്പോൾ CPM തിരിച്ച് ആ സ്റ്റാൻഡിലേക്ക് വന്നു എന്നുള്ളതാണ്. അതായത് അവർ കൊടുത്ത അഫിഡവിറ്റ് തെറ്റായി പോയെന്ന് ഇന്ന് CPM പരസ്യമായി സമ്മതിക്കുകയാണ്. കാരണം ഇന്ന് യുവതീ പ്രവേശനത്തിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് CPM പറയാൻ പറ്റാത്തത്? എന്തിനാണ് 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള വീട് മുഴുവൻ കയറി ഇറങ്ങി ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് CPM പറയേണ്ട കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ, ഓരോ അമ്പലത്തിനും ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അത് പരിപാലിക്കപ്പെടേണ്ടതാണ്. പിന്നെ ചില കള്ളന്മാർ, അവിശ്വാസികൾ ഇങ്ങനെ അമ്പല കമ്മിറ്റിയിലൊക്കെ കയറിയാൽ അവരെ അമ്പലക്കള്ളന്മാരുടെ ഗണത്തിലേക്ക് ചില CPM-കാർ, എല്ലാ CPM-കാരും ഞാൻ പറയില്ല, ചില CPM-കാർ മാറി എന്നുള്ളതാണ്. അല്ല, അതായത് ശ്രീ K. അനിൽകുമാറൊക്കെ ഇവിടെ യാതൊരു വിധത്തിലുള്ള വസ്തുതയില്ലാത്ത വാദഗതികളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ശ്രീ K. ജയകുമാറിനെ പോലുള്ള ഒരാളെ, ഇപ്പോൾ അദ്ദേഹം നല്ല ക്രെഡൻഷ്യലുള്ള ഒരു ഓഫീസറാണ്, അതിനകത്ത് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇതുപോലൊരു സമയത്ത് സർക്കാർ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് K. ജയകുമാറിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അതിന് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് LDF സർക്കാർ വെച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലും മെമ്പർമാരിലും വിശ്വാസം പോയി എന്നത് മാത്രമല്ല, ഈ സർക്കാരിൻ്റെ പിന്തുണയോടെ കൂടിയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്നുള്ള വ്യക്തമായ ബോധ്യം കേരളത്തിലെ പൊതുജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇനിയും ഈ വിശ്വാസികളല്ലാത്ത അവിശ്വാസികളായ വ്യക്തികളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവച്ച് ഈ സർവ്വവിധ കാട്ടുകൊള്ളയ്ക്കും അവരെ പ്രേരിപ്പിക്കേണ്ട എന്ന് ഓർത്തായിരിക്കണം ചിലപ്പോൾ ഈ ശ്രീ K. ജയകുമാറിനെ പോലെ ഉള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവച്ചത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ശ്രീ K. അനിൽകുമാർ എന്തുമാത്രം കള്ളങ്ങളാണ് പറയുന്നത്. കാരണം എന്താ, ഈ ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളികൾ അത് മെയിൻ്റനൻസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കത്ത് എഴുതുന്ന ആരാണ്? അത് തിരുവാഭരണ കമ്മീഷണറൊന്നും അല്ലല്ലോ. ആദ്യത്തെ കത്ത് എഴുതുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ കത്ത് എഴുതുന്നത് 16/2/2019 ഈ കത്ത് എഴുതുന്നത് അന്നത്തെ ദേവസ്വം കമ്മീഷണറായ N. വാസുവിനാണ്. ഈ ദേവസ്വം കമ്മീഷണറായ N. വാസു 6/3/2019 ആ കത്തിൽ, അതായത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിലുണ്ടായിരുന്നത് സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നുള്ളതായിരുന്നുവെങ്കിൽ N. വാസു ആ കത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ അടുത്തായിട്ട് ഫോർവേഡ് ചെയ്തപ്പോൾ അത് ചെമ്പ് തകിടായി മാറി. അവിടെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നത്. ആ കത്ത് ശബരിമലയിലെ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ ശ്രീ A. പത്മകുമാറിന്റെ അടുക്കലെത്തിയപ്പോൾ A. പത്മകുമാറും N. വാസു എഴുതിയ അതേ വാചകം എഴുതി, അതായത് ചെമ്പ് പൂശിയ തകിടുകൾ എന്ന് എഴുതി. എന്ന് പറഞ്ഞാൽ അവിടെയാണ് ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തിരുവാഭരണ കമ്മീഷണറാണ് ഇതിന്റെ കസ്റ്റോഡിയൻ എന്നുണ്ടെങ്കിൽ ദേവസ്വം കമ്മീഷണർക്ക് അറിയില്ലായിരുന്നോ തിരുവാഭരണ കമ്മീഷണറുടെ കത്ത് വേണമെന്ന്? ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് അറിയില്ലായിരുന്നോ തിരുവാഭരണ കമ്മീഷണറുടെ കത്ത് വേണമെന്ന്? അപ്പൊ ഇതുപോലെ നിരർത്ഥകമായ വാദഗതികൾ ഉന്നയിക്കരുത്, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, ആരാണ് N. വാസു? N. വാസു ദേവസ്വം കമ്മീഷണർ മാത്രമല്ലല്ലോ. കൃത്യം 8 മാസം കഴിഞ്ഞപ്പോൾ ഈ CPM-ന്റെ നോമിനിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ വ്യക്തിയാണ് N. വാസു. N. വാസു ആരാണ്? CPM-ന്റെ നേതാവാണ്. ആരാണ് A. പത്മകുമാർ? CPM-ന്റെ പഴയ MLA ആണ്. CPM-ന്റെ നോമിനിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ വ്യക്തിയാണ്. അതായത് ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ പേപ്പർ വർക്ക് നടത്തി ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഇത് കട്ടെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഇവർ രണ്ടുപേരും ചേർന്നാണ്. അപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആദ്യത്തെ ഗൂഢാലോചനക്കാരും ആദ്യത്തെ കള്ളന്മാരും എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുമാണ്. ഇവരെ സംരക്ഷിക്കുന്നത് ആരാണ്? ഇവരെ സംരക്ഷിക്കുന്നത് CPM ആണ്. രാഷ്ട്രീയ നേതൃത്വമാണ് സംരക്ഷിക്കുന്നത്. ശ്രീ K. അനിൽകുമാർ ഉൾപ്പെടെയുള്ള CPM-ന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് അവരെ സംരക്ഷിക്കുന്നത്. എന്തുകൊണ്ട് പത്മകുമാറിനും N. വാസുവിനുമെതിരെ ഇതേവരെ CPM നടപടിയെടുത്തിട്ടില്ല? രാഷ്ട്രീയ നേതൃത്വമാണല്ലോ. എന്തുകൊണ്ട് ഇതേവരെ നടപടിയെടുത്തിട്ടില്ല? അവിടെയാണ് കേരളത്തിലെ പൊതുജനങ്ങൾ സംശയിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞാൽ സർക്കാർ പിന്തുണയോടെ CPM പിന്തുണയോടുകൂടി നടത്തിയതാണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുകയാണ്, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, ശ്രീ അയ്യപ്പദാസ് ഇപ്പോൾ നമുക്ക് ഈ 2021 ഒരു മഹസർ എഴുതിയപ്പോൾ ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ
സ്വർണം പൂശിയ സ്വർണ്ണപ്പാളികൾക്ക് 42 കിലോ ആയിരുന്നുവെന്നും അത് തിരിച്ചു വന്നപ്പോൾ 38 കിലോ ആയിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് ലഭിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ 4 കിലോയുടെ ഒരു മാറ്റം അവിടെ ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടും കോടതി പറഞ്ഞതുപോലെ തന്നെ 39 ദിവസം എടുത്തു ഇത് സ്മാർട്ട് ക്രിയേഷൻസിൽ ചെല്ലാൻ എന്നുള്ളതും വളരെ വ്യക്തമായി. ഇനി ശ്രീ അയ്യപ്പദാസ് പറയാം. കാരണം അയ്യപ്പദാസ്, താങ്കൾ ഒരു അയ്യപ്പ ഭക്തനായിരിക്കും, അല്ലെങ്കിൽ താങ്കളുടെ മാതാപിതാക്കൾ ഒരു അയ്യപ്പ ഭക്തനായിരിക്കും. കാരണം അതുകൊണ്ടാണ് ദാസിന്റെ കൂടെ അയ്യപ്പ ദാസ് എന്നുകൂടി ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ അനേകായിരം അയ്യപ്പ ഭക്തരുള്ള അനേക ലക്ഷക അയ്യപ്പ ഭക്തരുള്ള ഒരു നാടാണ്. നിങ്ങൾ പറ, അതായത് ഇതുപോലൊരു കൊള്ള അവിടെ നടന്നെന്ന് 2021 ബോധ്യമായി എന്ന് പറഞ്ഞാൽ 4 കിലോയാണ് പ്രകടമായി അവിടെ നഷ്ടപ്പെട്ടു എന്ന് ദേവസ്വം ബോർഡിനും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും മനസ്സിലായി എന്നുണ്ടെങ്കിൽ എന്തിനാണ് അതേ ദേവസ്വം ബോർഡ് 2023 ഇതേ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിൽ ഇനി 40 കൊല്ലമല്ല 400 കൊല്ലം വാറണ്ടി ഉണ്ടെങ്കിലും പിന്നീട് വീണ്ടും കൊടുത്തുവിട്ടതിന്റെ കാരണം എന്താണ്? ആ കാരണം അന്വേഷിക്കുമ്പോഴാണ് അയ്യപ്പദാസ് ഇവിടെ കോടതി പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ കോടതിയെ ഇതിന്റെ രക്ഷകനായി കാണുന്നത്? ഇത് സർക്കാർ കണ്ടുപിടിച്ചതൊന്നും അല്ലല്ലോ, ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചതൊന്നും അല്ലല്ലോ. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് ദേവസ്വം ബെഞ്ച് ഉണ്ടാക്കി കോടതി കണ്ടുപിടിച്ച് കോടതി സുവോമോട്ടോയായി കേസെടുത്ത് ആ കേസിന്മേൽ വന്ന വിധിയും കോടതി ഹാൻഡ് പിക്ക് ചെയ്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച് അവർ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പുറത്തു വന്നതുമാണ്. അല്ലാതെ ഒരു സർക്കാരിന്റെ അന്വേഷണത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, കോടതിയാണ് രക്ഷകൻ. കോടതി ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ കോടതി ഇതിന്മേലൊരു നിരീക്ഷണം നടത്തുന്നതുകൊണ്ട് CPM എന്ത് വേവലാതിയാണെന്ന് നോക്ക്. കാരണം എന്താ? എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, ഇതിന് പിന്തുണ കൊടുത്ത ദേവസ്വം ബോർഡ് മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ CPM ഇപ്പോ കോടതിയുടെ മേലേക്ക് അങ്ങ് കയറാൻ നിൽക്കുകയാണ്. അപ്പൊ ഈ കേരളക്ക് എന്തിനാണ് എന്നുള്ളത്, കോടതിയെ എന്തിനാണ് ഇവിടെ വിമർശിക്കുന്നത് എന്നുള്ളത് സാമാന്യ ജനത്തിനൊക്കെ മനസ്സിലാകുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ബുധനാഴ്ച കോടതി പറഞ്ഞത് ഇതിനകത്ത് ദേവസ്വം ബോർഡിന്റെ പങ്ക് അന്വേഷിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് പങ്ക് അന്വേഷിക്കണ്ടേ അയ്യപ്പദാസ്? ഈ പറയുന്ന 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ആദ്യമായി ഇതിൽ ഗൂഢാലോചന നടത്തിയത്, ചെമ്പ് പാളി എന്ന് എഴുതി. ഇതിൽ കള്ളത്തരം നടന്നു എന്ന് അറിഞ്ഞിട്ടും പിന്നീട് വീണ്ടും ഈ പോറ്റിയുടെ കയ്യിൽ ഇത് മെയിന്റനൻസിന് കൊടുത്തുവിട്ടത് പിന്നീട് വന്ന ദേവസ്വം ബോർഡാണ്. അപ്പൊ ദേവസ്വം ബോർഡ് ഉന്നതരോ ഭരണ നേതൃത്വമോ അറിഞ്ഞില്ല. അല്ല, അങ്ങനെയല്ല. ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടാണല്ലോ 2019 ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ പുറത്തേട്ട് കൊടുത്തുവിട്ടത്. ആ കത്തുണ്ടല്ലോ, 20/3/2019 കത്ത് കോടതി 3 ടൈമായിട്ട് ടൈം ലൈനായി കഴിഞ്ഞ ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട്. 16/2/2019 എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത്, 6/3/2019 ദേവസ്വം കമ്മീഷണറുടെ കത്ത്, 20/3/2019 ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ കത്ത്. ഈ കത്ത് കോടതി കണ്ട് തിരിച്ചറിഞ്ഞിട്ടാണ് ആദ്യത്തെ ഗൂഢാലോചനക്കാരെന്ന് പറഞ്ഞത് ഇവരാണ് എന്ന് കോടതി തന്നെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കോടതി ഇതൊക്കെ നിരീക്ഷിക്കുമ്പോഴും കണ്ടെത്തുമ്പോഴും CPM അലോസരം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് കോടതിയെ വിമർശിക്കാൻ ഇവരെത്തുന്നത്. പിന്നീട് ഇതൊക്കെ അറിഞ്ഞിട്ടും, എന്റെ ക്വസ്റ്റൻ ഞാൻ തീർക്കുകയാണ്, പിന്നീട് ഇതൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിൽ 400 അല്ല 4000 കൊല്ലത്തിലെ വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് കൊടുത്തുവിടുവോ? ഏതെങ്കിലും ഒരു പ്രാവശ്യം കൈ പൊള്ളിയത് ആളുകൾ പിന്നീട് കൊടുത്തുവിടുവോ? അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ്? ഈ പോറ്റി ഒരു ഏജന്റ് ആണ്. കൃത്യമായി ഇത് കൊണ്ടുപോയി കച്ചവടം നടത്തി കമ്മീഷൻ കൃത്യമായി ഏൽപ്പിക്കും വിശ്വസ്തയോടുകൂടി. അത് മേടിക്കാൻ വേണ്ടിയിരുന്ന കള്ളന്മാരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിച്ചത്. അവർക്ക് പിന്തുണ കൊടുക്കുന്നത് CPM-ന്റെയും സർക്കാരിന്റെയും രാഷ്ട്രീയ നേതൃത്വമാണ്. അത് കോടതിയുടെ തുടർ ഉത്തരവുകളിൽ ഉണ്ടാവും. ഒന്ന് ശ്രീ K. അനിൽകുമാറിന് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് കളിക്കുക എന്നുള്ള, അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ച ആദ്യത്തെ പോയിന്റ് എന്താ, അത് ശ്രീ K. അനിൽകുമാറിന് മനസ്സിലായി. കാരണം ഇതിൻ്റെ ആദ്യത്തെ ഗൂഢാലോചനക്കാർ ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അതാരാണ്? അത് ശ്രീ N. വാസുവാണ്, അത് A. പത്മകുമാറാണ്. ഇവർ രണ്ടുപേരുമാണ് സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നതിന് പകരം ചെമ്പു പാളികൾ എന്ന് എഴുതി വെച്ചത്. എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഇത് കൊടുത്തു വിടുന്നതിന് മുമ്പ് അതിന് വേണ്ട പശ്ചാത്തലം ഒരുക്കിയത് CPM-ന്റെ നേതാക്കന്മാരാണ്. അല്ലെങ്കിൽ പറഞ്ഞോ, എന്തിനാണ് ഈ ഗോൾഡ് പ്ലേറ്റഡ് എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി വെച്ചത്? മാനത്തെന്ന് ഒരാൾക്കും അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ അയ്യപ്പദാസേ. അതെന്താ ശ്രീ N. വാസുവിന് മാത്രം ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൊതിഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ള വിവരം എവിടെ നിന്നാണ് കിട്ടിയത്? അദ്ദേഹത്തിന് വല്ല ത്രികാല ജ്ഞാനമുണ്ടോ വേറെ വല്ലോ എടുത്തുനിന്ന് കിട്ടാൻ?
1998 മുതൽ അത് പൊതിഞ്ഞതാണെന്ന് ഈ നാട്ടിൽ ശബരിമലയെ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഈ നാട്ടിലെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അറിയാം. അവിടെ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടെന്നും അത് വിജയ് മല്യ കൊടുത്തതാണെന്നും ഈ ശബരിമലയെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അതെന്തുകൊണ്ടാണ് ശബരിമല ദേവസ്വം കമ്മീഷണറായി എൻ വാസു അറിയാതെ പോയത്? അപ്പോൾ ഈ എൻ വാസു തന്നെയാണ് അവിടെ കോപ്പർ പ്ലേറ്റ്, ഗോൾഡ് പ്ലേറ്റ് എന്നതിനാണ് കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി എന്ന് പറഞ്ഞാൽ അതാണ് ആദ്യത്തെ ഗൂഢാലോചന. 2, ഈ കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി വെച്ചതിന് അടിയിൽ ഒപ്പിട്ട് സീല് വെച്ച് കൊടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറാണ്, CPM-കാരാണ്. രണ്ടുപേരും ഇന്നും CPM ആണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രീ കെ അനിൽകുമാർ ഇപ്പൊ കോടതിയെ ചീത്ത വിളിക്കാനും കോടതിയെ വിമർശിക്കാനും വേണ്ടി ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ആ വിഷയത്തിലുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്യുന്നു, ഇവർ രണ്ടുപേരെ മാറ്റി നിർത്തുന്നു, എന്നിട്ട് വന്ന് മറുപടി പറഞ്ഞാൽ നമ്മൾ ആ മറുപടി കേൾക്കും. അല്ലാതെ അവരെ സംരക്ഷിച്ചുകൊണ്ട് ആ സംരക്ഷണ കവചം ഒരുക്കിയിട്ട് ഇവിടെ വന്ന് അതിനെ ന്യായീകരിക്കാൻ നിന്നാൽ അത് സമ്മതിക്കാൻ പോകില്ല. ഇനി 2 ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ് അയ്യപ്പദാസ്, സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയപ്പോഴാണ്, അത് ഉണ്ണികൃഷ്ണ പോറ്റി സ്പോൺസറായി കൊണ്ടുപോയപ്പോഴാണ് ഈ പറയുന്ന 4 കിലോയുടെ വ്യത്യാസം വന്നത് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്ന് മാർക്ക് ചെയ്തില്ലെങ്കിലും, അതായത് 2019 ദ്വാരപാലക ശില്പം കൊണ്ടുവന്നപ്പോ മാർക്ക് ചെയ്തില്ല എന്ന ഗുരുതര കുറ്റകൃത്യം നടന്നുവെങ്കിലും 2021 ഒരു മഹസറിൽ അത് രേഖപ്പെടുത്തി. അപ്പൊ അന്നേരം മനസ്സിലായി ഈ 4 കിലോയുടെ വ്യത്യാസമുണ്ടെന്ന്. ഇനി 4 കിലോയുടെ വ്യത്യാസം ഉണ്ടായിട്ട് ഇവർക്ക് ഇതിനകത്തുള്ള ജ്ഞാനമില്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വീണ്ടും ആ സ്ഥാപനത്തിട്ട് തന്നെ ഇതിന്റെ റിപ്പയറിംഗ് വർക്കിന് കൊടുത്തുവിട്ടത്? ഏതെങ്കിലും ബോധമുള്ളവൻ കൊടുത്തുവിടുവോ? ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ സാന്നിധ്യം സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ടല്ലോ. ഇത് കൊണ്ടുപോകുന്ന സമയത്ത്, അവിടെ പണിയുന്ന സമയത്ത് ഈ ഉണ്ണികൃഷ്ണ പോറ്റി തന്നെ ആണല്ലോ അവിടെ ഈ ദ്വാരപാലക ശില്പത്തിന്റെ റിപ്പയറിംഗ് മാത്രമല്ല, മറ്റ് കട്ടിളപ്പാളികൾ ഉൾപ്പെടെ മറ്റ് പല സാധന സാമഗ്രികളുടെയും റിപ്പയറിംഗിന് കൊണ്ടുപോയത് ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണ പോറ്റി നടൻ ജയറാമിന്റെ വീട്ടിലേക്ക് ശബരിമലയിലെ വാതിൽ കൊണ്ടുപോയി പൂജിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? എന്താ ഇതെന്നെ നാട്ടിലെ വീടുകളിൽ മൊഴി കൊണ്ടുപോയി പൂജിക്കാനുള്ള സാധനമാണോ? ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് അയ്യന്റെ ഭക്തന്മാർ പൂജിക്കുന്ന ഒരു സാധന സാമഗ്രി ഒരു റിപ്പയറിംഗ് വർക്കിന് കൊണ്ടുവിട്ടിട്ട് അതിന്റെ തിരിച്ചു വഴിക്ക് നാട്ടിലെ മുതലാളിമാരുടെ വീട്ടിൽ മുഴുവൻ കൊണ്ടുപോയി പൂജിക്കാനുള്ള സാധന സാമഗ്രിയാണ്. എന്നിട്ടും ഇവർ ഉണ്ണികൃഷ്ണ പോറ്റിയെ തള്ളി പറഞ്ഞില്ല. അവിടെയാണ് പ്രശ്നം. ഉണ്ണികൃഷ്ണ പോറ്റിയെ എന്നിട്ടും ഇവർ വിശ്വസിച്ചു. ആരുടെ ആണെങ്കിലും ഞങ്ങളുടെ ഭരണകാലഘട്ടത്തിലാണല്ലോ 2019 എൻ വാസുയെ പത്മകുമാറിന്റെ ഒപ്പിട്ട് ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിലിട്ട് ഇത് മുഴുവൻ കൊടുത്തുവിട്ടത്. അത് നല്ലൊരു വാദഗതിയാണ്. അത് ശ്രീ VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും വിളിച്ചു പറഞ്ഞ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തു എന്നൊരു കഥയും കൂടെ വന്നാൽ ആ കഥയ്ക്ക് ഒരു മെനയുണ്ടാവും. എന്തൊക്കെ നിരർത്ഥകമായ വാദഗതികളാണ്, ശുദ്ധ മണ്ടത്തരങ്ങളല്ലേ പറയുന്നത്. പിന്നെ അദ്ദേഹം വന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം വിവരമില്ലായ്മ എന്നൊക്കെ പറഞ്ഞാൽ, ഈ വിവരമില്ലായ്മ എന്ന് ഞാൻ അതേ നാണയത്തിൽ താങ്കളോട് പറയുന്നില്ല. പക്ഷേ ഒരു കോടതിയെ വിമർശിക്കുമ്പോൾ താങ്കളും അഭിഭാഷകനാണ്, ഞാനും അഭിഭാഷകനാണ്, ഇവിടെ ഇരിക്കുന്ന BJP പ്രതിനിധി അഭിഭാഷകനാണ്. ഒരു കോടതിയെ വിമർശിക്കുമ്പോൾ അതിൻ്റെതായ മാന്യതയിൽ വിമർശിക്കണം. എന്നിട്ട് പറയാണ് ഇന്ത്യൻ ഭരണഘടന മാത്രമാണ് സത്യം എന്ന്. ഇന്ത്യൻ ഭരണഘടന കുന്തവും കുടച്ചക്രമാണെന്ന് പറഞ്ഞാൽ മന്ത്രി ഭരിക്കുന്ന സർക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ സർക്കാരിന്റെ വില എന്താണ്, അല്ലെങ്കിൽ സർക്കാർ ഭരണഘടനയ്ക്ക് കൊടുക്കുന്ന വില എന്താണെന്നൊക്കെ ഈ നാട്ടിലെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതുകൊണ്ട് ഒരു കോടതിയെ വിമർശിക്കുമ്പോൾ ഒരു പാർട്ടിയെ വെളുപ്പിക്കാനാണെങ്കിലും കുറെ കള്ളന്മാരെ വെളുപ്പിക്കാനാണെങ്കിലും ഇത്രയധികം തരം താഴരുത് എന്ന് മാത്രമാണ് എനിക്കൊരു അഭിഭാഷകൻ കൂടിയായ ശ്രീ കെ അനിൽകുമാറിനോട് പറയാനുള്ളത്. ഒരു സംശയവും വേണ്ട, ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട്. ആ പങ്കുള്ളത് കൊണ്ടാണ്, ഒറ്റ കാര്യം പറയാൻ അവസാനിപ്പിക്കാം, ആ പങ്കുള്ളത് കൊണ്ടാണ് അയ്യപ്പദാസെ ഇപ്പോഴും എൻ വാസുവിനെ സംരക്ഷിക്കാൻ, ഈ പത്മകുമാറിനെ സംരക്ഷിക്കാൻ, ഇവരെയൊക്കെ സംരക്ഷിക്കാൻ CPM ചാനലിൽ കിടന്ന് ഇങ്ങനെ മെഴുകുന്നത്. ഇല്ലെങ്കിൽ ഒറ്റ വാക്കിന് തള്ളി പറയാം,